കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞു. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള പച്ചത്തേങ്ങയുടെ വരവ് ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് വ്യാപാരികൾ. ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാർ സജീവം. കുരുമുളക് വിപണിയിൽ ഉണർവ്, റബ്ബർ വിലയിൽ മാറ്റമില്ല. നാളികേരോൽപ്പന്നങ്ങൾക്ക് തളർച്ച. തമിഴ്നാട്ടിൽ കൊപ്രവില താഴ്ന്നത് മില്ലുകാരെ തിടുക്കത്തിൽ വെളിച്ചെണ്ണ വിറ്റുമാറാൻ പ്രേരിപ്പിച്ചു. ശബരിമല സീസൺ അവസാനിച്ചതിനാൽ ദക്ഷിണേന്ത്യയിൽ നാളികേരത്തിന് ആവശ്യക്കാർ കുറഞ്ഞ കാര്യം ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള പച്ചത്തേങ്ങ വരവ് ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് കൊപ്രയാട്ട് വ്യവസായ മേഖല. കൊച്ചിയിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ കുറഞ്ഞു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ചരക്ക് വരവ് പെടുന്നതിനെ കുറഞ്ഞെങ്കിലും അതിന് അനുസൃതമായി വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ ഇടപാടുകാർ തയ്യാറായില്ല. കയറ്റുമതിക്കാരും ആഭ്യന്തര ഇടപാടുകാരും ലേലത്തിൽ സജീവമായിരുന്നു. ആകെ 22,219 കിലോ ഏലക്ക എത്തിയതിൽ 18,837 കിലോയും വാങ്ങലുകാർ മത്സരിച്ചു വാങ്ങി. മികച്ച ഇനങ്ങൾ കിലോ 3,302 രൂപയിലും ശരാശരി ഇനങ്ങൾ കിലോ 3,059 രൂപയിലും കൈമാറി. റബ്ബർ വിലയിൽ കൊച്ചി, കോട്ടയം വിപണികളിൽ മാറ്റമില്ല. ശക്തമായ മഴ മൂലം തായ്ലാന്റിൽ ടാപ്പിംഗ് വീണ്ടും സ്തംഭിച്ചത് ഏഷ്യൻ റബ്ബർ അവധി വിപണികളിൽ വിലക്കയറ്റത്തിന് അവസരമൊരുക്കുമെന്ന് ഉൽപാദന രാജ്യങ്ങൾ കണക്ക് കൂട്ടിയെങ്കിലും വ്യാവസായിക ഡിമാൻഡ് ഉയർന്നില്ല. ബാങ്കോക്കിൽ ഷീറ്റ് കിലോ 210 രൂപയിലും കൊച്ചിയിൽ 4ാം ഗ്രേഡ് 190 രൂപയിലുമാണ്. വിയറ്റ്നാമിൽ കുരുമുളക് വില ഉയർന്നതിന്റെ ചുവടുപിടിച്ച് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ഇന്ന് ഉൽപ്പന്ന മികവ് കാണിച്ചു. കുരുമുളക് ലഭ്യത ചുരുങ്ങിയതാണ് നിരക്ക് ഉയർത്താൻ വാങ്ങലുകാരെ പ്രേരിപ്പിച്ചത്. വിദേശത്തെ ഉണർവിന്റെ ചൂടുപിടിച്ച് കൊച്ചിയിൽ വിൽപ്പനക്കാർ കുറവായിരുന്നു. അൺഗാർബിൾഡ് മുളക് 64,000 രൂപ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെളുത്തുള്ളി വില കത്തിക്കയറുന്നു. മധ്യപ്രദേശിൽ വെളുത്തുള്ളി കൃഷിയിലുണ്ടായ ഇടിവാണ് വിലക്കയറ്റത്തിന് കാരണം. മസാല ഭക്ഷണങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത വസ്തുവാണ് വെളുത്തുള്ളി. എന്നാൽ വില വർധന ഉപഭോക്താക്കളെ വെളുത്തുള്ളി വാങ്ങുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. ദേശീയ തലത്തിൽ പല വിപണികളിലും 450 രൂപ വരെ വെളുത്തുള്ളി വില എത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ വെളുത്തുള്ളി കൃഷിയിൽ ഗണ്യമായ ഇടിവുണ്ടായതാണ് വില കുത്തനെ ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ കുറഞ്ഞ വില കർഷകരെ മറ്റു വിളകളിലേക്ക് മാറ്റാൻ പ്രേരിപ്പിച്ചതും വെളുത്തുള്ളി ക്ഷാമത്തിന് കാരണമായി. ആന്ധ്രാപ്രദേശിൽ വെളുത്തുള്ളി ലഭ്യത കുറയുന്നതായി വ്യാപാരികൾ വ്യക്തമാക്കുന്നു. ഇൻഡോർ, പിപ്ലി, ഉജ്ജയിൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വെളുത്തുള്ളിയാണ് നിലവിൽ മൊത്ത വ്യാപാര വിപണിയിലേക്ക് എത്തുന്നത്. 10 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റമാണ് അഭിമുഖീകരിക്കുന്നതെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യാന്തര കൊക്കോ വിപണി ശക്തമായ നിലയിലെങ്കിലും ആഭ്യന്തര വിപണിയിൽ വില ഇടിവിലേക്ക്. ചോക്ലേറ്റ് കമ്പനികൾ കൊക്കോ വാങ്ങുന്നതിൽ വന്ന കുറവാണ് വിലയിടിവിലേക്ക് നയിച്ചത്. ആഭ്യന്തര വിപണി അല്പം തളർച്ചയിലേക്ക് നീങ്ങുന്നതായാണ് സൂചന. വ്യവസായികളിൽ നിന്നുള്ള വാങ്ങൽ താൽപര്യം കുറഞ്ഞത് വിലയിൽ തിരുത്തൽ സാധ്യത കണക്കാക്കുന്നുണ്ട്. ഒരു മാസമായി കിലോ 740 മുതൽ 760 രൂപ റേഞ്ചിൽ നീങ്ങിയ കൊക്കോയ്ക്ക് വാങ്ങലുകാരിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. താൽക്കാലികമായി 700 രൂപയിൽ പിടിച്ചു നിൽക്കാൻ ആഭ്യന്തര വിപണി ശ്രമം നടത്തിയേക്കും. ജനുവരി ആദ്യവാരം പച്ചക്കൊക്കോയ്ക്ക് 170 രൂപയും ഉണങ്ങിയതിന് 750 രൂപയും വിലയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പച്ചക്കൊക്കോയുടെ വില 140ഉം ഉണങ്ങിയതിന്റെ വില 630ഉമായി താഴ്ന്നു. പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിലെ ചരക്കുക്ഷാമം തുടരുന്നതിനാൽ വിദേശത്തെ തളർച്ചയ്ക്ക് സാധ്യത കുറവാണെങ്കിലും ആഭ്യന്തര വ്യവസായികളുടെ നീക്കത്തെ കാർഷിക മേഖല ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊക്കോ കരുത്ത് നിലനിർത്തി ടണ്ണിന് $11,173 നിന്ന് $11,693 വരെ കയറി. ചോക്ലേറ്റ് കമ്പനികൾക്ക് കൊക്കോ ആവശ്യം കുറഞ്ഞതിനാലാണ് മൊത്ത വ്യാപാരികൾ ശേഖരിക്കാത്തത്. കട്ടപ്പന, അണക്കര, വണ്ടിപ്പെരിയാർ, അടിമാലി, കുമളി, തോപ്രാംകുടി എന്നീ കമ്പോളങ്ങളിലാണ് ഹൈറേഞ്ചിൽ പ്രധാനമായും കൊക്കോ ശേഖരിക്കുന്നത്. ഗുജറാത്ത്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലെ ഫാക്ടറികളിലേക്കാണ് ഇവ പ്രധാനമായും എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഇറക്കുമതി തീരുവ യുക്തിസഹമാക്കണമെന്ന് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ. GST 5% കുറയ്ക്കണമെന്ന ആവശ്യവും സംഘടന മുന്നോട്ട് വെച്ചു. വാൽനട്ട് അടക്കമുള്ള ഡ്രൈ ഫ്രൂട്ട് ഇനങ്ങളുടെ ഇറക്കുമതി തീരുവ യുക്തിസഹമാക്കണമെന്നും GST 5% കുറയ്ക്കണമെന്നുമാണ് നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രധാന ആവശ്യം. കൂടാതെ ബജറ്റിന് മുമ്പുള്ള നിർദ്ദേശങ്ങളിൽ ഡ്രൈ ഫ്രൂട്ട് മേഖലയ്ക്കായി ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതി അവതരിപ്പിക്കണമെന്നും കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ഡ്രൈ ഫ്രൂട്ട്സ് വിപണി 2029 ആകുമ്പോഴേക്കും $12 ബില്യൺ എത്തുമെന്നും വാർഷിക വളർച്ച 18% കൈവരിക്കുമെന്നും വ്യവസായ സംഘടന വ്യക്തമാക്കി. ആഭ്യന്തര വാൽനട്ടിന്റെ 90%-ലധികവും കശ്മീരിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ പ്രാദേശിക കർഷകരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഡ്രൈ ഫ്രൂട്ട്സ് കൗൺസിൽ ചൂണ്ടിക്കാട്ടി. നിലവിൽ ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനായി ഇന്ത്യ ചിലിയിൽ നിന്നും USA-യിൽ നിന്നുമാണ് വാൽനട്ട് ഇറക്കുമതി ചെയ്യുന്നത്.
ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഡിമാൻഡിൽ പല മടങ്ങ് വളർച്ചയുണ്ടായിട്ടും ആഭ്യന്തര ഉൽപാദനം വേഗത കൈവരിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് പഞ്ചസാര വിലയിൽ വർധന. കയറ്റുമതി അനുവദിച്ച കേന്ദ്ര സർക്കാർ നീക്കമാണ് വില വർധനയ്ക്ക് കാരണം. 1 ദശലക്ഷം ടൺ പഞ്ചസാര കയറ്റുമതിക്കാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ അനുമതി നൽകിയത്. 10-1 വില വർധനയ്ക്ക് കാരണമായതായാണ് വിലയിരുത്തൽ. അതേസമയം കയറ്റുമതി അനുവദിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്ന് ആഗോള പഞ്ചസാര വിലയിൽ കുറവുണ്ടായി. ആഭ്യന്തര വിപണിയിൽ 3 രൂപയാണ് പഞ്ചസാര വില ഉയർന്നത്. കയറ്റുമതി വില ആഭ്യന്തര വിലയേക്കാൾ 2 രൂപ കൂടുതലാണ്. ഈ നിലവാരത്തിൽ വില സ്ഥിരത കൈവരിക്കുകയാണെങ്കിൽ വ്യവസായത്തിന് ഗുണകരമായിരിക്കുമെന്നാണ് വ്യവസായികളുടെ കണക്കുകൂട്ടൽ. ആഗോള പഞ്ചസാര വില പ്രതിമാസം ഏകദേശം 8% കുറയുന്നു. വാർഷികാടിസ്ഥാനത്തിൽ 24% കുറവ്. സർക്കാർ കണക്കുകൾ പ്രകാരം ഒക്ടോബറിൽ ആരംഭിക്കുന്ന നിലവിലെ 2024-25 സീസണിൽ പഞ്ചസാര ഉൽപാദനം 32 ദശലക്ഷം ടൺ ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 139, ജാതിക്ക 370, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 240, കൊക്കോ പരിപ്പ് 690, കുരുമുളക് ഗാർബിൾ 66000, കുരുമുളക് അൺഗാർബിൾ 64000, ഏലക്ക 2900 മുതൽ 3000 വരെ, വെളിച്ചെണ്ണ 22700, കൊപ്ര 17300, ചുക്ക് 32500.